സിനിമയുടെ ലൊക്കേഷൻ അന്വേഷിച്ച് പോയപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. ഞാനൊക്കെ സിനിമയിലേക്ക് ആഗ്രഹവുമായി നടന്ന കാലഘട്ടം രംഗത്തേക്ക് ജീവിതം കഴിഞ്ഞു, ഇതാണ് എൻ്റെ എന്ന് പറയുന്നത്. ഞാനൊക്കെ സിനിമയിലേക്ക് ആഗ്രഹവുമായി നടന്ന കാലഘട്ടം 80കളാണ്. 80കളിൽ നമുക്ക് മലയാള സിനിമ മദ്രാസിയിലാണ്. അപ്പം മദ്രാസ സിനിമയിലെ ഒരു സംവിധായകനെ കാണണമെന്നുണ്ടെങ്കിൽ മദ്രാസിയിൽ പോകണം. അപ്പം എനിക്ക് തോന്നുന്നുണ്ട് തിരുവല്ല എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലത്ത് നിന്ന് മദ്രാസ് മെയിലിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ നടന്ന് അശോക നഗറിലേക്ക് ഓട്ടോറിക്ഷയും നടന്നുമൊക്കെ പോയി KG ജോർജ് സാറിനെ പോയി കാണും. സാർ അന്നേരം എഴുന്നേറ്റിട്ടുണ്ടാവില്ല. ഞാൻ രാവിലെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പതിവായി എഴുന്നേൽപ്പിക്കുന്നൊരു ജോലി അവിടെ എനിക്കുണ്ടായിരുന്നു. എഴുന്നേറ്റ് അദ്ദേഹം ഒരു സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ നല്ല പരിചയമായി. അദ്ദേഹത്തിന് സിനിമയായില്ല, കുറച്ച് കഴിഞ്ഞ് എന്ന് പറയും. ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു രാത്രി മുഴുവൻ ട്രെയിൻ യാത്ര ചെയ്ത് അവിടെ ചെല്ലുകയും ആ വാക്ക് കേട്ടതിന് ശേഷം ആത്മസംതൃപ്തിയോടുകൂടി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുത്തിയിരുന്ന് സമയം കളഞ്ഞ് വൈകുന്നേരമുള്ള ട്രിവാൻഡ്രം മെയിലിൽ കയറി തിരിച്ചു വരിക. അവൻ നിങ്ങൾ ഓർക്കണം, അന്ന് STD പോലും ഞാൻ എപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വടിയുടെ നിഴല് പോലും ഇല്ലാത്ത ഇടം എന്ന് പറയും. പക്ഷേ നമുക്കറിയാം, ഒരു വെളിച്ചമുണ്ടെങ്കിൽ അതിനൊരു നിഴലുണ്ട്, ഒരു ദൃശ്യത്തിന് ഒരു നിഴലുണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള നിഴലുകൾ ഒരുപാടുള്ളൊരു ഇടം കൂടെയാണ് മസറയുടെ വിഭാഗം നാളിലായിരിക്കും എന്ന് പറയുന്ന പോലെ. അപ്പം ഇതിൻ്റെ അകത്ത് യഥാർത്ഥമായ കാര്യങ്ങൾ ഒരാൾ എങ്ങനെയാണ് യഥാർത്ഥമായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അതിൽ എനിക്ക് പലതും നജീബ് പുസ്തകത്തിൽ എഴുതി വെച്ചതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ അയാളുടെ ജീവിതത്തിനെ ഞാനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം ഒരു കുടുംബത്തിൽ നിന്ന് പോകുന്ന ഒരാൾ എത്രത്തോളം ആ കുടുംബവുമായുള്ളൊരു ബന്ധം, അതുകൊണ്ട് തന്നെയാണ് പുസ്തകത്തിൽ ഒരു ചാപ്റ്ററിൽ ഒതുങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തിനെ ഞാനൊരു വളരെയധികം വലിയൊരു രീതിയിൽ ഒരു കൂടെ താമസിക്കുന്ന ഒരാളുടെ ഡെഡ് ബോഡി കാണുമ്പോൾ ഭയന്ന് ഈ അർബാബിൻ്റെ കാലിൽ വീണ് കരയുന്ന, ഞാൻ എവിടെയും പോകില്ല, ഞാൻ ഒരു അടിമത്തം സ്വയം സ്വീകരിക്കുന്ന ഒരാളായിട്ടാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്കത് തോന്നിയത് അയാൾക്ക് വീടിനോടും നാടിനോടുമുള്ള ഒരു വലിയൊരു മോഹം, ആഗ്രഹം, എന്നുവെച്ചാൽ അവസാന നിമിഷം വരെ പ്രതീക്ഷ നഷ്ടപ്പെടാത്ത ഒരാളാണ് എൻ്റെ നജീബ്. പുസ്തകത്തിലെ നജീബ് അങ്ങനെയല്ല. പുസ്തകത്തിലെ നജീബ് പെട്ടെന്ന് ചിലപ്പം അതിലേക്ക് പെട്ടുപോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ മരണം അറിഞ്ഞതിന് ശേഷം വീണ്ടും അയാൾ കണ്ണിഭാഗം മണത്തതിന് ശേഷം അദ്ദേഹം ഒമാനിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഒരു റൈറ്ററാണ്. സീരിയൽസിലും 1-2 സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഒമാനിൽ സിനിമയുടെ ലൊക്കേഷൻ അന്വേഷിച്ച് പോയപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹവുമായി ഓഡീഷൻസൊക്കെ ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ട് അഭിനയിപ്പിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നടത്തമുണ്ടല്ലോ, ഇങ്ങനെ ആടി സത്യം പറഞ്ഞാൽ അതാണ് എന്നെ അദ്ദേഹത്തിലേക്ക് ആദ്യം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞത്. അപ്പം പിന്നീട് അദ്ദേഹം നമുക്ക് പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരനായ, ഒരു ആർട്ടിസ്റ്റായ, ഒരു ഡയറക്ടർ, അയാളുടെ ഡയറക്ടറാണ്, അയാൾ റേഡിയോ സ്റ്റേഷൻ്റെ ഡയറക്ടറായിരുന്നു. അങ്ങനെ ഒരാൾക്ക് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം തീരെ അറിയാത്ത ഒരാൾ കൂടുതൽ ആ രീതിയിൽ പിന്നെ എന്നെ അതിനു വേണ്ടി സഹായിച്ച